അപ്പൊ ഒരു പ്രശ്നമില്ല, വേറെ ഭർത്താവിന്റെ സ്ഥിതി തന്നെയാണ്, അപ്പൊ കുഴപ്പമില്ല. കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, മക്കളെ പറ്റി പറയുക. 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. മൂത്ത മോൻ അഡ്വക്കേറ്റാണ്, കോമഡി ആർട്ടിസ്റ്റും കൂടിയാണ്. പേര് ദീപക് ടിങ്കിൾ സനൽ. ദീപക് പല മെഗാ ചാനലുകളിലെ അറിയുന്ന സിനിമാ താരങ്ങളെ ഫിഗർ ചെയ്യുന്ന. മോള് ഇപ്പം ഉദ്യോഗസ്ഥയാണ്, കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അപർണ സിമ്പിൾ സനൽ. മൂത്ത മോനും കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. പിന്നെ ഇളയമോന്റെ പേര് രാഹുൽ ഹംബിൾ സനൽ. ഇപ്പോൾ ജീവൻ ടിവിയിലെ എഡിറ്ററായിട്ട് വർക്ക്. രണ്ടുപേര് ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞില്ലേ, മൂത്ത മകന്റെ പേര് ദീപക് ടിങ്കിൾ സനൽ, മകളുടെ പേര് അപർണ സിമ്പിൾ സനൽ, ഇളയ മകന്റെ പേര് രാഹുൽ ഹംബിൾ സനൽ. ടിങ്കിൾ സിമ്പിൾ ഹംബിൾ. എന്റെ വീടിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഡിംപിൾ. അപ്പൊ ചെറുപ്പത്തിൽ എന്റെ സ്കൂളിലെ എന്റെ ഇളയ മോന്റെ ക്ലാസ് ടീച്ചർ ചോദിച്ചിട്ട് നിന്റെ കൊള്ളാമന്റെ പേരുകൾ ടിങ്കിൾ സിമ്പിൾ ഹംബിൾ ഡിംപിൾ, അപ്പൊ നിന്റെ അച്ഛന്റെ പേര് ബംബിൾ എന്നായിരുന്നു. സാറേ ശരിക്കും ഈ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഈ ഒരു ഹാസ്യ സൃഷ്ടി നടത്തുന്നതിന് കിട്ടുന്ന അതിന് അങ്ങനെ ഒരു സൃഷ്ടി നടത്താനും നമുക്ക് ലഭിക്കുന്ന അസംസ്കൃത വസ്തു എന്താണ്? നിരീക്ഷണമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള പറഞ്ഞാൽ എന്റെ കണ്ണും കാതും എപ്പോഴും തുറന്നിരിക്കുക. എൻ്റെ ഇപ്പോൾ ഓഫീസ് ലൈഫിലായാലും ഞാനൊരു യാത്ര ചെയ്യുമ്പോഴായാലും ഞാൻ അറിയാതെ എല്ലാവരെയും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന യാത്രക്കാരെ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ എവിടെയെങ്കിലും ഒരു വികടത്വം ഉണ്ടാകുകയാണെങ്കിൽ എനിക്കൊരു ലേഖനം എഴുതാനോ അല്ലെങ്കിൽ സ്റ്റേജിലൊരു തമാശ അവതരിപ്പിക്കാനോ ഒക്കെ ചിലപ്പോൾ വഴിയായേക്കാം.